ഹലോ ഗൈസ്, എല്ലാവർക്കും പ്രയാണത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കൊല്ലം ജില്ലയിലെ ഒരു ടൂറിസ്റ്റ് ലൊക്കേഷനിലേക്കാണ്. മലമേൽപ്പാറ. കൊല്ലത്തുള്ള എല്ലാവർക്കും ഏകദേശം അറിയാം. അപ്പോൾ നമ്മൾ ഇവിടെ വരെ വന്നത് നിങ്ങൾ എന്തായാലും പോയി കണ്ടിട്ട് വാ. അപ്പോഴത്തേക്ക് നമ്മളിവിടെ കാണാനുള്ളതൊക്കെ നിങ്ങൾക്ക് വേണ്ടി റെഡിയാക്കി വെച്ചേക്കാം. ഓക്കെ. ഇവിടെ നിന്ന് റൈറ്റിലേക്കാണ് നമ്മുടെ കോക്കാട് തടിക്കാട് റോഡ്. ഈ വഴിയാണ് നമുക്ക് മലമേൽപ്പാറയ്ക്ക് പോകേണ്ടത്. ഈ റോഡ് ഇപ്പോൾ ടാർ ചെയ്ത് അടിപൊളിയാക്കി ഇട്ടേക്കാണ്. നേരത്തെ പക്ഷേ ഇതുപോലെ അല്ലായിരുന്നു. നേരത്തെ നല്ല കട്ടുള്ള ഒരു റോഡായിരുന്നു, പോകാൻ ഭയങ്കര പാടായിരുന്നു. പക്ഷേ ഇപ്പോൾ അടിപൊളിയാക്കി ഇട്ടേക്കാണ് ഈ റോഡ്. നമ്മളിപ്പോൾ തടിക്കാട് ജംഗ്ഷനിലെത്തി. ഇവിടെ നിന്ന് റൈറ്റിലേക്കാണ് നമുക്ക് മലമേൽക്ക് പോകേണ്ടത്. നമ്മൾ അങ്ങനെ വണ്ടി അവിടെ പാർക്കിങ്ങിലിട്ടു. എന്നിട്ട് നമുക്ക് ഇതുവഴി നടന്നു പോകാം. 2 വീലേഴ്സ് എല്ലാം അതുവഴി വരും. നമുക്ക് 4 വീലേഴ്സ് എല്ലാം താഴെ പാർക്കിംഗ് ഗ്രൗണ്ട് ഉണ്ട്. ഇതുവഴിയാണ് നമ്മൾ പോകുന്നത്. അല്ലേ, ഇവിടെ നേരത്തെ നോർമൽ മണ്ണ് പോലെ തന്നെ ഒരു നടപ്പാത പോലെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവിടെ കല്ല് പാവി ഇട്ടേക്കാണ്. അത് നമ്മുടെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് വരവോടെയാണ് ഈ സ്ഥലത്തിൻ്റെ അടിമുടി മാറിയിട്ടുണ്ട്. ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ഇവിടുത്തെ മലമേൽ ക്ഷേത്രം. ഇന്ന് അടച്ചിട്ടേക്കാണെന്ന് തോന്നുന്നു.
ഇപ്പോൾ കോവിഡൊക്കെ ആയതുകൊണ്ടായിരിക്കും. ഇതുവഴിയാണ് നമ്മുടെ മലമേൽപ്പാറയിലേക്ക് പോകുന്നത്. ആണ്ടേ ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടൂറിസം ഗവൺമെൻറ് ഓഫ് കേരള DTPC നമ്മുടെ കൊല്ലം DTPCയുടെ അണ്ടറിലുള്ളൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് നമ്മുടെ മലമേൽപ്പാറ. നേരത്തെ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു, ഈ ഏരിയ ഇങ്ങനെ അല്ലായിരുന്നു. പക്ഷെ ഇപ്പം ഒന്നും പറയാമല്ലോ, ഒരു രക്ഷയില്ല. നമ്മുടെ സൈഡിൽ ഗേറ്റൊക്കെ ഇട്ട് ഇവിടെ ഒരു ഓഫീസ് ബിൽഡിംഗ് വന്നു. എനിക്കൊന്ന് ടിക്കറ്റ് ഉണ്ടെന്ന് തോന്നുന്നു, നമുക്ക് നോക്കാം ടിക്കറ്റിൻ്റെ കാര്യമൊക്കെ എങ്ങനെയാണ്. പ്ലാസ്റ്റിക് കുപ്പികളും മറ്റു വശങ്ങൾ പാർക്കിംഗ് നശിക്കാൻ പാടില്ല. ഓക്കെ, മുതിർന്നവർക്ക് 20 രൂപ, കുട്ടികൾക്ക് 10 രൂപ, സ്റ്റിൽ ക്യാമറ 50 രൂപ, വീഡിയോ ക്യാമറ 200 രൂപ. ഇങ്ങനെയാണ് ഇവിടുത്തെ ടിക്കറ്റ് റേറ്റ്. നമ്മളിപ്പോൾ കയറുന്നതിൻ്റെ മുമ്പ് ഇവിടെ പേരും ഡീറ്റെയിൽസൊക്കെ എഴുതേണ്ടതാണ്. ഓക്കെ, പണ്ടൊരു ടിക്കറ്റ് ഇല്ലാതെ പോയെടുത്ത് നമ്മളിപ്പോൾ ടിക്കറ്റ് എടുത്ത് കാണേണ്ട അവസ്ഥയാണ് നമുക്ക്. കയറുമ്പോൾ തന്നെ ഇവിടെ ഇരിക്കുക, ഒരു ഇരിപ്പിടം എല്ലാ സെറ്റപ്പും ഉണ്ട്. എല്ലാത്തിനും നമ്പർ ഫുൾ സെറ്റപ്പായിട്ടാണ് ഇരിക്കുന്നത്. ഇവിടെ നമ്മൾ വരുമ്പോഴേ നമുക്കൊരു ബോർഡ് കാണാം. നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്ന് അറിയത്തില്ല, കാരണം ബാക്കിൽ വെട്ടം സൂര്യനുണ്ടായതുകൊണ്ട് ഇതിൻ്റെ കറക്റ്റ് മാപ്പാണ് ഏകദേശം. അതുപോലെ തന്നെ ഈ ഓരോ പാറകൾക്കും ഓരോ പേരുകളുണ്ട്. ഗുഹാപ്പാറ, ഗോളാന്തര പാറ, അങ്ങനെ കുറേ പാറകളുടെ പേര് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈ സ്ഥലത്തെ ആകെ അടിമുടി മാറ്റി. പണ്ട് ഞങ്ങളൊക്കെ ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ ചേട്ടന്മാരൊക്കെ കളിക്കുന്ന സ്ഥലമാണ്. ഞങ്ങൾ ഇവിടെ നിന്ന് കളിയൊക്കെ കാണാറുണ്ട്, കളിച്ചിട്ടില്ല, ഇവിടുന്ന് കളിയൊക്കെ കാണാറുണ്ട്. ഒരു റിഫ്രഷ്മെൻറ്റ് സോൺ, നമുക്ക് ജ്യൂസ് അങ്ങനെ കുടിക്കാൻ പറ്റുന്ന ഏറിയെന്ന് തോന്നുന്നു. നമുക്ക് താഴേക്ക് പോകാം. ഇവിടെ അടിപൊളി നല്ല കാറ്റുണ്ട്. മലമേൽപ്പാറയുടെ ഒരു പ്രത്യേകതയാണ് നല്ല കാറ്റാണ്, എപ്പോഴും നല്ല കാറ്റായിരിക്കും. നമുക്ക് വന്നിരുന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു ക്ലൈമറ്റാണ് ഇവിടെ എപ്പോഴും. ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ അഭിനന്ദിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഇവിടുത്തെ ഒരു നാച്ചുറൽ കാര്യങ്ങൾക്ക് ഒരു ദോഷവും വരാത്ത രീതിയിൽ ഇത്രയും മനോഹരമായിട്ട് അവിടെ പാറയിൽ ഓരോ സ്ഥലങ്ങളിൽ നമുക്ക് ഇരുന്ന് സംസാരിക്കാനൊക്കെ ബെഞ്ചുകൾ, കല്ലിൽ തീർത്ത ബെഞ്ചുകൾ വെച്ചിട്ടുണ്ട്. വളരെ മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു കുളം വെച്ചിട്ടുണ്ട്, താമരയൊക്കെ ഇത്. പക്ഷേ ഫുള്ള് വർക്ക് കഴിഞ്ഞിട്ടില്ല, ഇനി ഫുള്ള് നിറയ്ക്കും തോന്നുന്നു. അതൊക്കെ കുറേ പണികൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുക, ഫുള്ള് തീർന്നിട്ടില്ല. നമ്മുടെ മലമേൽപ്പാറയിൽ ടൂറിസം വന്നതുകൊണ്ടുള്ള ഗുണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു കുടുംബമായിട്ട് വന്ന് കാണാൻ പറ്റും എല്ലാവർക്കും. പക്ഷേ പണ്ട് അങ്ങനല്ല. പണ്ട് നമ്മൾ എല്ലാമെന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷേ പണ്ട് നേരത്തെ നമ്മൾ പയ്യന്മാർ പിള്ളേർ സെറ്റായിരുന്നു കൂടുതൽ ഇവിടെ വരുന്നത്. പക്ഷേ ഈ ടൂറിസം വന്നതുകൊണ്ട് തന്നെ നമുക്ക് സേഫായിട്ട് കുടുംബമായിട്ട് കുഞ്ഞുങ്ങളും ഒരുമിച്ച് ഫാമിലിയായിട്ട് വരാൻ പറ്റുന്ന ഒരു സ്ഥലമായി മാറി മലമേൽപ്പാറ. പക്ഷെ ഇപ്പോൾ കോവിഡ് ആയതുകൊണ്ട് വളരെ ആളുകൾ കുറവായിരുന്നു. ഒത്തിരി ആളുകൾ കൂടാതിരിക്കുന്നത് നല്ലതാണ് ഈ ഒരു അവസ്ഥയിൽ. നമ്മളിപ്പോൾ പോകുന്നത് മലമേൽപ്പാറയിലെ ഏറ്റവും ഹൈറ്റ് കൂടിയ പാറയിലേക്കാണ്, നാടുകാണിപ്പാറ. അങ്ങോട്ട് പോകുന്നത് ഒരിക്കലും നമുക്ക് എല്ലാ കുടുംബമായിട്ടൊന്നും പോകാൻ സാധിക്കത്തില്ല. അത്യാവശ്യം ചാടി ഓടിപ്പോകാൻ പറ്റുന്നവർക്കേ അതിന് മണ്ടേ കയറാൻ പറ്റൂ. കാരണം പോകുന്ന വഴി നിങ്ങൾ കണ്ടു നോക്ക്. നമ്മളങ്ങനെ മലമേൽപ്പാറയുടെ ഏറ്റവും ഹൈറ്റുള്ള പാറയിലെത്തി. ഇതാണ് മലമേൽ ഈ ഏരിയയിലെ ഒരു ഏറ്റവും ഹൈറ്റുള്ള പാറ. അതുപോലെ തന്നെ ഏറ്റവും കിട്ടിക്കൻ വ്യൂ നമുക്ക് തരുന്നത് സൺസെറ്റ് ഈ പാറയിൽ നിന്നാണ് ഏറ്റവും അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഇങ്ങനെയുള്ള വ്ളോഗി ടൈപ്പ് വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ
താഴെ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ 1K സബ്സ്ക്രൈബേഴ്സ് ആയി ഗൈസ്. അപ്പം നിങ്ങളുടെ സപ്പോർട്ടില്ലാതെ നമുക്ക് ഒരിക്കലും നമുക്ക് അങ്ങനെ അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ല. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് നമ്മുടെ ചാനലിൽ വേണം. ഇത് നമ്മൾ നാടുകാണിപ്പാറയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് കട്ട് ചെയ്താൽ വേറൊരു സെറ്റപ്പ് കാണിച്ചു തരാം. ഇത് ഒരു ഗുഹയാണ് ഗൈസ്. ഗുഹ നിങ്ങൾക്ക് കാണാൻ പറ്റും തോന്നുന്നു. ഇതിൻ്റെ ഇടയിൽ നല്ല ഇരുട്ടാണ്. ഇതിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റുന്നില്ല. ഓക്കെ, നല്ല ഇരുട്ടാണ്. ഗുഹപ്പാറ അങ്ങനെ എന്തോ. അതുപോലെ തന്നെ ഇവിടെ വരുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബി എ റെസ്പോൺസിബിൾ ട്രാവലർ. നമ്മൾ ഒരിടത്ത് ചെന്നാലും, കാരണം അവരിനി എത്രയൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിയാലും അതിനെ അങ്ങനെ തന്നെ കാത്തു സൂക്ഷിക്കണം നമ്മുടെ ചുമതലയാണ്. ഇങ്ങനെയുള്ള പ്ലാസ്റ്റിക് പാക്കറ്റ്സ് ഒന്നും ഇങ്ങനെ ഇട്ടിട്ട് പോകില്ല. ഇതിന് അവർ വേസ്റ്റ് ബിൻ അവിടെ ഉണ്ടായിരിക്കും, അപ്പോൾ അവിടെ ഇടുക. ഒരു കാരണവശാലും നമ്മളിങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വേസ്റ്റ് ഇടാതിരിക്കുക. ഇതാണ് ഇവിടുത്തെ ടോയ്ലറ്റ്. കണ്ടിട്ടൊരു പോർട്ടബിൾ ടോയ്ലറ്റ് പോലുണ്ട്. കൊള്ളാം, കിള്ളൻ ടോയ്ലറ്റാണ്. പിന്നെ ഒരു മരത്തിൻ്റെ കുറ്റിയൊക്കെ ഇവിടെ വെച്ചേക്കുന്നുണ്ടോ, കൊള്ളാം. നല്ല രീതിയിൽ ഒരു ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ സ്ഥലം എങ്ങനെയുണ്ട് ഇപ്പം ടൂറിസം ഏറ്റെടുത്തതിന് ശേഷം? ഹാപ്പി ആയിട്ടുണ്ടല്ലേ? ലേഡീസിനൊന്നും വന്നിരിക്കാൻ പറ്റില്ല. അതാ ഇപ്പം അത്യാവശ്യം എല്ലാവർക്കും ഓക്കെ. നിങ്ങളിപ്പോൾ വിചാരിക്കും അവിടെ മാസ്ക് എന്താ ഇടാതെ, കാരണം നമ്മൾ ഒറ്റയ്ക്ക് മാറി നിന്നിട്ടാണ് മാസ്ക് ഊരിയിട്ട് സംസാരിക്കുന്നത്. ആളുള്ളപ്പോൾ നമ്മൾ മാസ്ക് ഇട്ടാൽ ഇരിക്കാവും. സോ ബി സേഫ്. നമുക്ക് ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഇന്ന് എൻ്റെ കൂടെ വന്നത് എൻ്റെ അനിയനാണ്, ജെറിൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് പ്രയാണം ഇനി വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ.